നമുക്കിത് ഏതൊക്കെ വണ്ടിയിലാണ് ഇത് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുണ്ടാവും, കാശുള്ള ആളുകളുണ്ടാവും. നമുക്ക് സാധാരണ തൊട്ട് പ്രീമിയം വരെ ഏതൊക്കെ വണ്ടികൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ വണ്ടികൾ ഏത് വണ്ടിക്കാണ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ എക്സ്പീരിയൻസിൽ ചില വണ്ടികൾക്ക് നമ്മൾ മാക്സിമം റെക്കമെൻഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഫോർഡ് വണ്ടികൾ, ഫോർഡ് ആസ്പയർ ഉണ്ട്, ഫോർഡ് ഫിയസ്റ്റ ഉണ്ട്, പിന്നെ നമുക്ക് റെഡിഗോ, ക്വിഡ്, ഇതൊക്കെ ഒരു സെയിം എഞ്ചിനാണ്. ക്വിഡ്, റെഡിഗോ രണ്ടും സെയിം എഞ്ചിനാണ്. ഈ അടുത്തിപ്പോ ക്വിഡിലാണോ അങ്ങനെ ബ്ലാസ്റ്റിംഗ്? അതെ, ക്വിഡ് നമ്മൾ കത്തിപ്പോയത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് എന്താണ് അത് എങ്ങനെയാണ് കത്തിപ്പോയത് ചാൻസസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ ക്വിഡിന്റെ എക്സോസ്റ്റ് വോളും ഇൻലെറ്റ് വോളും ഒക്കെ വളരെ തിക്നെസ് കുറവാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടും തോറും ചൂട് നമ്മൾ ശരിക്കും CNG ഫ്യൂവല് നമുക്ക് ശരിക്കുള്ള ടൈമിംഗ് അഡ്വാൻസ് ഉപയോഗിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ടൈമിംഗ് അഡ്വാൻസ് ഉപയോഗിച്ചാലും ഈ വണ്ടികളുടെ വാൾവ് തേയ്മാനം കുറവാണ്, തിക്നെസ് കുറവാണ്. അപ്പൊ അത് വണ്ടി ഓടും തോറും അത് തേയ്മാനം കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കംപ്രഷനിലേക്ക് വരും. ആ കംപ്രഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് മിസ്സിങ്ങും കാര്യങ്ങളും വണ്ടി ശരിക്കും ഓടില്ല. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർ പെട്രോളിന്റെ പെട്രോൾ ടാങ്കിൽ എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ എന്തായാലും വേണം. ഇപ്പൊ ഇൻ കേസ് പെട്രോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കസ്റ്റമർ ചിലപ്പോൾ പെട്രോൾ അടിക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ അവർ പിന്നെയും ക്രാങ്ക് ചെയ്യും. ഈ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് എന്താ പമ്പ് ചൂടാവും. ഈ പമ്പ് ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക് കോയിൽ കത്തി ലാസ്റ്റ് ഫയർ ചാൻസസ്. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ റെഡിഗോ നിങ്ങൾക്ക് എറണാകുളം വേണമെങ്കിൽ ഒരു വണ്ടി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും കത്തിപ്പോയത്. അപ്പൊ ഈ റെഡിഗോ ഒന്നാമത് എഞ്ചിൻ അത്ര പെർഫെക്റ്റ് അല്ല. അതിന്റെ ഒരു ഷോർട്ട് ടേം ഫ്യൂൽ ടേം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇനായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിരിക്കും. ശരിക്കുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പ്രിസൈസ് അല്ല ശരിക്കും. അപ്പൊ അതേ നമ്മൾ CNG എടുക്കുമ്പോൾ അതേ പ്രോബ്ലം CNGയിലും കാണിക്കും. അപ്പൊ അത് നമുക്ക് എന്തായാലും റെഡിഗോ, ക്വിഡ്, ടാറ്റ നാനോ ചെയ്യാൻ പറ്റില്ല. ബാക്കി വണ്ടികൾ ചെയ്യാം. നെക്സോൺ ടർബോ ചാർജ് വണ്ടി ചെയ്യാം, ടിയാഗോ, ടിഗോർ, സെസ്റ്റ്, ബോൾട്ട്, ഇതൊക്കെ നന്നായി ചെയ്യാം. പക്ഷെ നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി, ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ നമ്മള് ലോ ബഡ്ജറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഹൈ ബഡ്ജറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ലോ ബഡ്ജറ്റ് കസ്റ്റമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാരുതി, ഹുണ്ടായി, അത് ആർക്ക് വേണമെങ്കിൽ എന്തിപ്പോ മാരുതി എന്താ പറയാ, ഓൾട്ടോ 800 ഉണ്ട്, സെലറിയോ ഉണ്ട്, പിന്നെ വാഗനാർ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള ഒരു റേഷ്യോ ആണ്. അത് ഏത് നമുക്ക് മോഡലായാലും CNG പറ്റിയ സക്സസ് ആണ്, 100% സക്സസ് ആണ്. അതേപോലെ ഹുണ്ടായി എടുക്കെങ്കിലും i10 ഗ്രാൻഡ്, നിയോസ്, ഓറ, പിന്നെ ലേറ്റസ്റ്റ് ഇപ്പൊ ടെക്നോളജി ഇപ്പൊ മാറി ഡ്യുവൽ ജെറ്റ് എഞ്ചിൻസ് വരുന്ന ക്രേറ്റ, i20, ആ വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോ ടെക്നോളജിയും അതിന്റെ കിറ്റ് മാറ്റങ്ങൾ വരും. അതിന്റെ ECM ടെക്നോളജി മാറ്റം വരും. പിന്നെ ഡ്യുവൽ ജെറ്റ് എടുക്കുകയെങ്കിൽ 8 ഇഞ്ചിട്ടർ വരിക, നമുക്ക് ഓരോ സിലിണ്ടറിന് 2 ഇഞ്ചിട്ടർ വരിക. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സിംഗിൾ ECU വർക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 8 ഇഞ്ചിട്ടറിന്റെ ECM ഇടാച്ചെങ്കിൽ നിങ്ങൾക്ക് ആ പെർഫോമൻസ് ലാഗോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മാർക്കറ്റിലെ ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ റേറ്റ് കുറയ്ക്കണം, ആൾക്കാർക്ക് കോമ്പറ്റീവ് പ്രൈസ് കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് ഒരു നോർമൽ 4 ഇഞ്ചിട്ടർ ECM ഇട്ടിട്ട് ഈ ബാക്കിയില് 4 ഇഞ്ചിട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിലേ ഫിറ്റ് ചെയ്യുക, എമുലേറ്റർ ECM എന്ന് പറയാം. അത് റിലേ ഫിറ്റ് ചെയ്ത് ഈ 4 ഇഞ്ചിട്ടർ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ടൈപ്പല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാരുതി വണ്ടികൾ, വാഗനാർ, സ്വിഫ്റ്റ്, ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഡ്യുവൽ ജെറ്റ് ആണ്. പക്ഷെ അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിലിണ്ടറും ഈ 2 ഇഞ്ചിട്ടർ ഒരുമിച്ച് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ എമുലേറ്റർ ECM ഇടുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യും, കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഗ്യാസിന്റെ ഡോസേജ് നമുക്ക് കറക്റ്റ് ലെവലിൽ കൂട്ടാൻ പറ്റും. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BS6 വണ്ടികൾക്കുള്ള അപ്രൂവൽ കമ്പനി തരുന്നതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതിലൊരു ശരിക്കുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്രേറ്റ i20 വെച്ചെങ്കിൽ ഈ എമുലേറ്റർ സിസ്റ്റം വർക്ക് ചെയ്യില്ല. കാരണം നമുക്ക് ഓരോ സിലിണ്ടർ രണ്ടാമത്തെ ഇഞ്ചക്ടർ ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുക. നമ്മളിപ്പോ ക്രേറ്റ ഒക്കെ എടുക്കുക വെച്ചെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എമുലേറ്റർ ഇടുമ്പോൾ നമുക്ക് 4 ഇഞ്ചക്ടർ തൊട്ടിട്ട് 8 ഇഞ്ചക്ടർ മാറുന്ന സമയത്ത് ഒരു ചർക്ക് വരും. ആ ചർക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8 ഇഞ്ചക്ടറിന്റെ ECM ഇട്ടാലേ നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആസ് കസ്റ്റമർ അവർ ശരിക്കും ഇത് എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇത് അവർ ശരിക്കും ചോദിക്കും. എല്ലാവരും ഏത് കസ്റ്റമർ വന്നാലും റേറ്റ് എത്രയാണ്, റേറ്റ് ഏറ്റവും ബെസ്റ്റ് റേറ്റ് ഏതാ, അതല്ല ചോദിക്കുന്നത്. ശരിക്കും അവർ ചോദിക്കുന്നത് എന്താണ് ടെക്നോളജി, നിങ്ങളുടെ ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യും, എന്റെ പെർഫോമൻസ്. ഇപ്പൊ കസ്റ്റമർ ചോദിക്കുന്നത് എനിക്ക് സെയിം പെർഫോമൻസ് വേണം, പെട്രോളിന്റെ സെയിം പെർഫോമൻസ് കിട്ടണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്നോളജി നമ്മൾ എടുത്തുണ്ട്. പക്ഷെ ഏത് കസ്റ്റമർ നോക്കുമ്പോൾ ഏറ്റവും വിലകുറവ്, നമുക്ക് ഏറ്റവും മീഡിയം ക്വാളിറ്റി മതി, വണ്ടി ഓടിയാൽ മതി, ആ ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരിക. ആ കണക്ക് നമുക്ക് ഒരു നല്ല സാധനം വെച്ചെങ്കിൽ കംപ്ലൈൻസ് ചെയ്യില്ല. വണ്ടിക്ക് നമുക്കിപ്പോ ക്രെറ്റ എത്രയോ വണ്ടികൾ ചെയ്തിട്ടുണ്ട്, i20 ചെയ്യുന്നുണ്ട്, ക്രെറ്റ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നും ഒരു ക്രെറ്റ വരുന്നുണ്ട് സർവീസിന്. ജസ്റ്റ് അവരിപ്പോ 1.5 വർഷമായി ഇപ്പൊ സ്പാർക്ക് പ്ലഗ് മാറ്റാൻ വേണ്ടി. അവർക്ക് ഏകദേശം ഇപ്പൊ 40,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞു വണ്ടി ഒരു കംപ്ലൈൻസും ഇല്ല. 8 ഇഞ്ചക്ടറാണ്, ഏറ്റവും ഡ്യുവൽ ജെറ്റ് ആണ്, ന്യൂ ജനറേഷൻ കിറ്റ് ആണ്.
ഒരു കംപ്ലൈന്റ്സും ഇല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഫുൾ ആയിട്ടൊന്നും അതിന്. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇപ്പോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടികളെ കുറിച്ച് പറഞ്ഞു. അതെ, ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികൾ ഒരു വണ്ടിയുടെ ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ മാരുതി, ഹുണ്ടൈ, ഹോണ്ട, ടൊയോട്ട ഒക്കെ നമുക്ക് ചെയ്യാം. അത് കൂടാതെ ഇപ്പൊ ടർബോ ചാർജ് ഇപ്പൊ TSI വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മഹീന്ദ്ര താറ്, പിന്നെ നമുക്ക് ടൈഗൂൺ, വർട്യൂസ്, പിന്നെ XUV 700, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ മഹീന്ദ്ര താർ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 കിലോമീറ്റർ പെട്രോൾ കിട്ടുള്ളൂ. അത് നമുക്ക് ഏകദേശം ഒരു 18 to 20 കിലോമീറ്റർ സിറ്റി റൈഡിൽ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ പെട്രോള് മിക്സ് ചെയ്തിട്ടാണ്. കാരണം ടർബോ എഞ്ചിനാണ്. ശരിക്കും അതിന്റെ ഇഞ്ചക്ടർ നോക്കുമ്പോൾ എഞ്ചിന്റെ ബ്ലോക്കിന്റെ ഉള്ളിൽ വരും. സാധാരണ ഇഞ്ചക്ടർ ഒക്കെ manifold വരും. പക്ഷെ ഈ ടർബോ എഞ്ചിൻസിനൊക്കെ എഞ്ചിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ വരുന്ന കാരണം നമുക്ക് പെട്രോളിന്റെ പമ്പിന്റെ പ്രഷർ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് 100% ഉള്ളത് 98% കുറച്ചിട്ട് ആ 98% CNG ആണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പൊ ആ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മൈലേജ് നോക്കുമ്പോൾ ഒരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 ലിറ്റർ പെട്രോൾ ചെലവാകും. അപ്പൊ നിങ്ങൾക്ക് CNG ഒരു ഫുൾ ടാങ്ക് അടിക്കുക ചെയ്യും, ഒരു 10 കിലോ ടാങ്ക് അടിക്കുക ചെയ്യും. എങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 200 കിലോമീറ്റർ സോളിഡ് കിട്ടും. ഷുവറായിട്ട് ഒരു 800 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 200 കിലോമീറ്റർ താറിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ 200 കിലോമീറ്റർ താറിൽ കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പൊ താറൊക്കെ എടുക്കാൻ ഒരു മടി എന്ന് പറയുമ്പോൾ മൈലേജ് ആണ്, വലിയ വണ്ടിയാണ്, മൈലേജ് കുറവാണ്. അപ്പൊ ഇതൊരു സൊല്യൂഷൻ ഉണ്ട്. ആശ്വാസമായിരിക്കും. ട്രക്കിംഗ് പോവാം. ചിലർ പറയും CNG പവർ ഇല്ല, പക്ഷെ ഞങ്ങള് പവർ സെയിം പെട്രോൾ പവർ ചെയ്യാം. കാരണം അതൊരു ടെക്നോളജി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഡൈനാമിക് അഡ്വാൻസർ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മള് ഡൈനാമിക് ഒക്കെ ഒരു 2 വർഷം മുമ്പ് ചെയ്തിരുന്നതാണ്. ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല ടെക്നോളജി ഒക്കെ വന്നത് ARF ടെക്നോളജി, ഹോൾഡ് TR അർജന്റീനന്റെ അഡ്വാൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഫുള്ളി നമുക്ക് ട്വിൻ ക്യാം എഞ്ചിൻസും സിംഗിൾ ക്യാം എഞ്ചിൻ, പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞ ഇതിന്റെ സെൻസറുകളാണ് നമ്മൾ സിൻക്രണൈസ് ചെയ്ത് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പെർഫോമൻസ് പവറൊക്കെ പെട്രോളിന്റെ സെയിം പവർ നമ്മൾ മാച്ച് ചെയ്യാൻ പറ്റും. ഈ ഇഞ്ചക്ടറും ഈ ബാക്കിയുള്ള അതിന്റെ സാധനങ്ങളൊക്കെ കൂടുതൽ ഇതിലേക്ക് പെട്രോളിന്റെ സെയിം പെർഫോമൻസ് നമ്മൾ നമ്മളിപ്പോ ഇപ്പൊ ടർബോ എഞ്ചിൻസ് എടുക്കുക ചെയ്യാം. നമ്മൾ നോർമൽ ഇഞ്ചക്ടർ ഒന്നും ഇടാൻ പറ്റില്ല. അതിന് 1 ohms ഇഞ്ചക്ടർ ഇടാൻ പറ്റില്ല, ഹാഫ് ഇഞ്ചക്ടർ വരാം. കാരണം അതിന് പെട്രോളിന്റെ ഇഞ്ചക്ടർ സ്പ്രേ ചെയ്യുന്നത് ആ ഒരു 1 milliseconds നമുക്ക് പെട്രോൾ സ്പ്രേ ചെയ്യുന്നുണ്ടാവും. അതേ സ്പീഡിൽ നമ്മൾ മാച്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും വില കൂടിയ ഇഞ്ചക്ടർ ഉപയോഗിക്കണം. പക്ഷെ നിങ്ങൾ ആ ഒരു പെർഫോമൻസ് ഇതൊക്കെ ഇടുക ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ലെവലായിരിക്കും. പെട്രോളിന്റെ സെയിം പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ്സും ഉണ്ടാവില്ല.